ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കറിയാണ്. ചെമ്മീൻ്റെ കറിയാണിത്. നല്ല ടേസ്റ്റാണ്. തേങ്ങ വെച്ചാൽ മൺചട്ടി കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു നല്ലൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കിലോൻ്റെ അത്ര ചെമ്മീനാണ്. ഞാനൊരു ചട്ടി കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് ഒരു സവാള, ഒരു സ്മാൾ സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറുത് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഇതിലേക്ക്, കരിവേപ്പിൻ്റെ ഇല. ഇതൊന്ന് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞൗണ്ടിയെടുക്കണം. ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞൗണ്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കാണിക്കാൻ ആയിട്ടില്ല, വീഡിയോ സ്കിപ്പായിപ്പോയി ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേന്. ഇപ്പോൾ ഇത് ചെമ്മീൻ കാണുന്നുണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അത് നന്നായി ഞൗണ്ടിയതിന് ശേഷമാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. ഇത് വെന്ത് വരുമ്പത്തിന് ഞാനിതിലേക്ക് മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ, ഒരു 4-5 കാശ്മീർ ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലി പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു നുള്ളു പുളി. ഇത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്ത് വന്ന് അപ്പത്തിന് ഇവിടെ ചെമ്മീനൊക്കെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. വെന്തതിന് ശേഷം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത് നല്ലൊരു ഹെൽത്തിയാണ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ചെമ്മീനും ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ വേവിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അതൊരു കറി. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ എന്ത് കറി വെക്കണം, മീൻ കറിയോ ചെമ്മീനൊക്കെ എന്ത് കറി വെക്കണം മൺചട്ടി കൊണ്ട് ഉണ്ടാക്കണം, അടുപ്പത്ത് വേവിച്ചിട്ട്. അപ്പത്ത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കറിയായിട്ട് കിട്ടുന്നുണ്ട്. ശരീരത്തിന് നല്ലൊരു ഹെൽത്തിയാണ്, ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുണ്ട് കറിയൊക്കെ. ഇങ്ങനെ തന്നെ വെച്ചോളി, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ തന്നെ വെച്ചാൽ കാണുമ്പോഴത്തേന് മനസ്സിലാവും. ഇപ്പോൾ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇതിന് കൂടെ വേറൊന്നും വേണ്ട, ഇതൊരു കറി ഉണ്ടായാൽ മതി. നല്ലോണം ചോറ് തിന്നാൻ ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.